നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തൃശൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളെയും അവയുടെ പ്രത്യേകതകളുമാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്താൽ പ്രസിദ്ധമായ വടക്കുന്നാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. തൃശൂർ നഗരത്തിൽ തേക്കിൻകാട് മൈതാനത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നു. ശിവൻ, പാർവതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ, മഹാഗണപതി എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠകൾ. ശക്തൻ തമ്പുരാന്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രം. മഹാപ്രദക്ഷിണ വഴി സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നു. മഹാപ്രദക്ഷിണ വഴി സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നു. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുന്നത് വടക്കുന്നാഥനിലാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറ് ദിക്കിലെ ആൽത്തറ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറ് ദിക്കിലെ ആൽത്തറ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു. സപ്തചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥാത്മാവ് തൃപ്പൂക്ക തൊഴാൻ ഇവിടെ വരുമെന്നാണ് വിശ്വാസം. സപ്തചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥാത്മാവ് തൃപ്പൂക്ക തൊഴാൻ ഇവിടെ വരുമെന്നാണ് വിശ്വാസം. അടുത്തതായി നോക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രതിഷ്ഠ 8 കൈകളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളി ദേവിയാണ്. പ്രതിഷ്ഠ 8 കൈകളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളി ദേവിയാണ്. ഐതിഹ്യപ്രകാരം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അതേ പ്രതിഷ്ഠയാണ്. കർക്കിടക മാസത്തിലെ ചാന്താട്ട സമയത്താണ് ഭഗവതി ബിംബം കാണുക. കർക്കിടക മാസത്തിലെ ചാന്താട്ട സമയത്താണ് ഭഗവതി ബിംബം കാണുക. അല്ലാത്തപ്പോൾ സ്വർണ്ണ ഗോളകയായാണ് കാണുന്നത്. വടക്കുഭാഗത്ത് മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രമുണ്ട്. അടുത്തത് തിരുവമ്പാടി ക്ഷേത്രം. ഉണ്ണിക്കണ്ണൻ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. ഉണ്ണിക്കണ്ണൻ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. തിരുവമ്പാടി ഭഗവതിയാണ് മറ്റൊരു പ്രതിഷ്ഠ. ഇടതു കൈ അരയിൽ കുത്തി നിൽക്കുന്ന ബാലരൂപത്തിലുള്ള ഭദ്രകാളിയാണ് മറ്റൊരു പ്രതിഷ്ഠ. ഗുരുവായൂർ കഴിഞ്ഞാൽ വാകച്ചാർത്ത് വിപുലമായി നടത്തുന്നത് ഇവിടെയാണ്. ഗുരുവായൂർ കഴിഞ്ഞാൽ വാകച്ചാർത്ത് വിപുലമായി നടത്തുന്നത് ഇവിടെയാണ്. കേളിക്കൈ എന്ന ചടങ്ങ് നിലനിൽക്കുന്നു. കേളിക്കൈ എന്ന ചടങ്ങ് നിലനിൽക്കുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. പെരുവനം മഹാദേവ ക്ഷേത്രം. ശിവൻ ദ്വൈതഭാവമായാണ് ഇവിടെ പീഠത്തിലിരിക്കുന്നത്. ശിവൻ ദ്വൈതഭാവമായാണ് ഇവിടെ പീഠത്തിലിരിക്കുന്നത്. വലുതും ചെറുതുമായി 2 ശിവലിംഗങ്ങളുണ്ട്. വലുതും ചെറുതുമായി 2 ശിവലിംഗങ്ങളുണ്ട്. വലിയ ശിവലിംഗത്തിന് 6 അടിയോളം ഉയരമുണ്ട്. വലിയ ശിവലിംഗത്തിന് 6 അടിയോളം ഉയരമുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലാണ്. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാമ്പുമേക്കാട്ടുമന. തൃശൂർ വടമ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാമ്പുമേക്കാട്ടുമന. കേരളത്തിലെ പ്രധാനപ്പെട്ട സർപ്പാരാധന കേന്ദ്രമാണ്. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. തൃശൂർ കൊടുങ്ങല്ലൂരിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഏക കേരളീയ ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. ശ്രദ്ധിക്കുക, ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഏക കേരളീയ ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കൊന്നയ്ക്കൽ ശിവൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠയുമുണ്ട്. കൊന്നയ്ക്കൽ ശിവൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠയുമുണ്ട്. ഊരകം അമ്മ തിരുവടി ക്ഷേത്രം. ഊരകം അമ്മ തിരുവടി ക്ഷേത്രം 108 ദുർഗാക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഊരകം അമ്മ തിരുവടി ക്ഷേത്രം. 108 ദുർഗാക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഊരകം അമ്മ തിരുവടി ക്ഷേത്രം. തമിഴ്നാട്ടിലെ കാഞ്ചിക്കാമാക്ഷി ആണ് ഇവിടത്തെ ഭഗവതി എന്ന് വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിലെ കാഞ്ചിക്കാമാക്ഷി ആണ് ഇവിടത്തെ ഭഗവതി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കുടപ്പാറ ഭഗവതി ക്ഷേത്രം. തൃശൂർ ദേശമംഗലം കൊണ്ടയൂർ ദേശത്ത് നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തൃശൂർ
ദേശമംഗലം കൊണ്ടയൂർ ദേശത്ത് നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുടപ്പാറ ഭഗവതി ക്ഷേത്രം. പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. കിരിയത്ത് നായർ പൂജാ സമ്പ്രദായമാണ് അനുവർത്തിച്ചു വരുന്നത്. കിരിയത്ത് നായർ പൂജാ സമ്പ്രദായമാണ് അനുവർത്തിച്ചു വരുന്നത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠകൾ മഹാവിഷ്ണുവും ഭഗവതിയുമാണ്. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊച്ചി രാജവംശ കുലദൈവവും ഉപാസനമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. കൊച്ചി രാജവംശ കുലദൈവവും ഉപാസനമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. പ്രധാന വഴിപാട് പൂവൻകോഴിയാണ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പൂവൻകോഴിയാണ്. നങ്ങ്യാർകൂത്ത് നടത്തിവരുന്ന ക്ഷേത്രമാണ്. നങ്ങ്യാർകൂത്ത് നടത്തിവരുന്ന ക്ഷേത്രമാണ്. മഹാവിഷ്ണു പ്രതിഷ്ഠ പള്ളിപ്പുറത്തപ്പൻ എന്നറിയപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ പള്ളിപ്പുറത്തപ്പൻ എന്നറിയപ്പെടുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠ ശ്രീരാമനാണ്. അത്യുഗ്രഭാവത്തിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്യുഗ്രഭാവത്തിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഉണ്ട്. ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം. ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഉണ്ട്. ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം. നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തിരുവില്ലാമല ശ്രീവില്യാദ്രിനാഥ ക്ഷേത്രം. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനുമാണ് പ്രധാന പ്രതിഷ്ഠ. കേരളത്തിലെ പ്രധാന രാമക്ഷേത്രവും അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ഒന്നാണിത്. കേരളത്തിലെ പ്രധാന രാമക്ഷേത്രവും അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ഒന്നാണിത്. ഗുരുവായൂർ ഏകാദശി ദിവസങ്ങളിൽ ഇവിടെ പുനർജനി ഗുഹ നൂഴൽ നടത്തിയാൽ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ ഇവിടെ പുനർജനി ഗുഹ നൂഴൽ നടത്തിയാൽ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. അടുത്തത് കൂടൽമാണിക്യ ഭരതക്ഷേത്രം. ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്നു. ഭരതനാണ് പ്രധാന പ്രതിഷ്ഠ. ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്നു. ഭരതനാണ് പ്രധാന പ്രതിഷ്ഠ. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ്. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ്. കേരളത്തിലെ ഏക ഭരതക്ഷേത്രമാണ് കൂടൽമാണിക്യ ഭരതക്ഷേത്രം. ദീപാരാധനയില്ലാത്ത ക്ഷേത്രമാണ് കൂടൽമാണിക്യ ഭരതക്ഷേത്രം. തവളകളും പാമ്പുകളും ഇല്ലാത്ത ക്ഷേത്രക്കുളവും ചന്ദനത്തിരിയും കർപ്പൂരവും ഇവിടെ ഉപയോഗിക്കില്ല എന്നതും കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. തൃശൂർ കൂഴൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഇരുനില വട്ടശ്രീ കോവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇരുനില വട്ടശ്രീ കോവിലായി അറിയപ്പെടുന്നു. തൃക്കൂർ മഹാദേവ ക്ഷേത്രം. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പുരാതന ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പുരാതന ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. ശ്രീകോവിലിന്റെ നട വടക്കോട്ടും ശിവപ്രതിഷ്ഠ കിഴക്കോട്ടുമാണ് ദർശനം. ശ്രീകോവിലിന്റെ നട വടക്കോട്ടും ശിവപ്രതിഷ്ഠ കിഴക്കോട്ടുമാണ് ദർശനം. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിൽ ആദ്യം പണിതീർത്ത വിഷ്ണു ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ആദ്യം പണിതീർത്ത വിഷ്ണു ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. പ്രധാന മൂർത്തി യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണനാണ്. പ്രധാന മൂർത്തി യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണനാണ്. കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയിട്ടുവാഴ്ച നടന്നിരുന്ന ക്ഷേത്രമാണിത്. കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയിട്ടുവാഴ്ച നടന്നിരുന്ന ക്ഷേത്രമാണിത്. അടുത്തത് പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. കേരളത്തിലെ ചുരുക്കം ചില ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പായമ്മൽ ശ്രീ ശത്രുഘ്ന ക്ഷേത്രം. ക്രോധാവേശിതനായ ഭാവത്തിലാണ് പ്രതിഷ്ഠ. ക്രോധാവേശിതനായ ഭാവത്തിലാണ് പ്രതിഷ്ഠ. സുദർശന ചക്ര അവതാരമായാണ് ഇവിടുത്തെ ശത്രുഘ്നൻ എന്ന് വിശ്വാസം. സുദർശന ചക്ര അവതാരമായാണ് ഇവിടുത്തെ ശത്രുഘ്നൻ എന്ന് വിശ്വാസം. സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. ചോഞ്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. തൃശ്ശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചോഞ്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചോഞ്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇവിടെ സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമി എന്നാണ് വിശ്വാസം. ഇവിടെ സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമി എന്നാണ് വിശ്വാസം. മുണ്ടനമാണ് പ്രധാന വഴിപാട്. മുണ്ടനമാണ്
പ്രധാന വഴിപാട്. തൃച്ചക്രപുരം ക്ഷേത്രം. തൃശൂർ മാളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃച്ചക്രപുരം ക്ഷേത്രം. സുദർശനമൂർത്തിയാണ് പ്രധാന ദേവത. സുദർശനമൂർത്തിയാണ് പ്രധാന ദേവത. വിഷ്ണുവിൻ്റെ ആയുധത്തെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്രമാണ് തൃച്ചക്രപുരം ക്ഷേത്രം. വിഷ്ണുവിൻ്റെ ആയുധത്തെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏക ക്ഷേത്രമാണ് തൃച്ചക്രപുരം ക്ഷേത്രം. അടുത്തത് ഉത്രാളിക്കാവ് ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ അകമലയിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രുദ്രമഹാകാളിക്കാവ് അഥവാ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രമാണിത്. ശ്രീ മഹാകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. ഇവിടത്തെ നടപ്പുര പഞ്ചവാദ്യം പ്രസിദ്ധമാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ നടപ്പുര പഞ്ചവാദ്യം വളരെയധികം പ്രസിദ്ധമാണ്. അടുത്തത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യമായി പുഴക്കര ചേന്നാസ് നമ്പൂതിരിപ്പാടാണ് തന്ത്രി. പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവാണ്. പാതാളാജ്ഞനം എന്ന അത്യപൂർവ ശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പാതാളാജ്ഞനം എന്ന അത്യപൂർവ ശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. വൈകിട്ടത്തെ ശീവേലി കാഴ്ച ശീവേലി എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈകിട്ടത്തെ ശീവേലി കാഴ്ച ശീവേലി എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടു കൂടിയാണ്. ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടു കൂടിയാണ്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി പ്രധാന ആഘോഷമാണ്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി പ്രധാന ആഘോഷമാണ്. 1974 മുതൽ ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നുണ്ട്. 1974 മുതൽ ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നുണ്ട്. 15 ദിവസം ഏകാദശിയോടനുബന്ധിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ് മറ്റൊരു പ്രധാന ആഘോഷം. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ് മറ്റൊരു പ്രധാന ആഘോഷം. അടുത്തത് മാട്ടിൽ ശ്രീശാസ്താ ക്ഷേത്രം. തൃശൂർ വരന്തരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാട്ടിൽ ശ്രീശാസ്താ ക്ഷേത്രം. പ്രധാന മൂർത്തി ശാസ്താവാണ്. ശ്രീകോവിലിന് മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമാണ് മാട്ടിൽ ശ്രീശാസ്താ ക്ഷേത്രം. ശ്രീകോവിലിന് മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമാണ് മാട്ടിൽ ശ്രീശാസ്താ ക്ഷേത്രം. അടുത്തത് പൂനിലാർക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ കൊടകരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പൂനിലാർക്കാവ് ഭഗവതി ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠ ദുർഗാദേവിയാണ്. വനദുർഗയായാണ് സങ്കല്പം. ദേവി പൂണൂലിയമ്മ എന്ന നാമത്തിലും അറിയപ്പെടുന്നു. ദേവി പൂണൂലിയമ്മ എന്ന നാമത്തിലും അറിയപ്പെടുന്നു. പുത്തൂക്കാവ് ദേവീക്ഷേത്രം. തൃശൂർ ജില്ലയിലെ കൊടകരയിലാണ് പുത്തൂക്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠ വാൽക്കണ്ണാടി. വീരഭദ്രനാണ് മറ്റൊരു പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠ വാൽക്കണ്ണാടിയാണ്. വീരഭദ്രനാണ് മറ്റൊരു പ്രതിഷ്ഠ. തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രം. തൃശൂർ പറപ്പൂക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രം. പ്രധാന മൂർത്തി ദുർഗയാണ്. ദ്വാരപാലകന്മാർക്ക് പകരം ദ്വാരപാലികമാരാണ് ഇവിടെ. ശ്രദ്ധിക്കുക, ദ്വാരപാലകന്മാർക്ക് പകരം ദ്വാരപാലികമാരാണ് തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. അവസാനമായി നോക്കുന്നത് വിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം. വിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ്. 2 ശ്രീകോവിലുകളിലായി വനദുർഗയും ഭദ്രകാളിയും ഉണ്ട്. വിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 2 ശ്രീകോവിലുകളിലായി വനദുർഗയും ഭദ്രകാളിയും ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.